ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മണ്ടന്മാരും മിടുക്കന്മാരും ഉണ്ട്. മണ്ടന്മാർ എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ആ പാർട്ടിയാണെന്നും അല്ലെങ്കിൽ അതിൽ ചിലരോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും വിശ്വസ്തതയും ആ പ്രസ്ഥാനത്തോടുള്ള കൂറുമാണെന്ന് വിശ്വസിക്കുന്ന കുറച്ചു പേർ. എന്നാൽ മറുവശത്ത് അല്ലാത്ത ചിലരുണ്ട്. സാഹചര്യവും വാക്കുമനുസരിച്ച് വർത്തമാനം പറയുകയും തങ്ങൾ നിൽക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലെ ഈ രാഷ്ട്രീയ അതുപോലെ തന്നെ ജനസംഖ്യാപരമായ കണക്കുകളും ഉദാഹരണങ്ങളും എടുത്ത് പരിശോധിച്ച് അതിനനുസരിച്ച് വർത്തമാനം പറയുകയും ചെയ്യുന്നവർ. സത്യത്തിൽ ആ കൂട്ടത്തിൽ ഒരു മണ്ടനായി എനിക്ക് തോന്നിയിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷാഫി ചാലിയൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ സമസ്തയിലെ സ്ഥാപിത താൽപ്പര്യക്കാർ എപ്പോഴൊക്കെ പാണക്കാട് കുടുംബത്തെ ആക്രമിക്കുന്നോ അല്ലെങ്കിൽ ലീഗിനെതിരെ സംസാരിക്കുന്നോ മുൻപിൻ നോക്കാതെ ഒരു ചാവേറ് പോലെ ഇറങ്ങി പ്രതിരോധിക്കാൻ വർത്തമാനം പറയാൻ ലീഗിൽ നിന്ന് ഈ ഷാഫി ചാലിയത്തെയാണ് പലപ്പോഴും കാണാറുള്ളത്. ഇനി ഒരിക്കലും അവസരം കിട്ടില്ലെന്നറിയാവുന്നവർ, നിരവധി തവണ തോറ്റവർ, അതുപോലെ തന്നെ എന്തിൻ്റെയൊക്കെയോ പ്രധാനികളാണെന്ന് സ്വയം ചമയുന്നവരാര് പോലും അതിനൊരു മറുപടി പറയാൻ അല്ലെങ്കിൽ അക്കാര്യത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വരില്ല. കാരണം എന്താ? ഇന്നത്തെ ഒരു നാടൻ ന്യായമാണ്. അവർക്കുള്ള പിന്തുണ രഹസ്യമായി അവരോടങ്ങ് കൊടുത്താൽ പോരെ. എന്ന് വെച്ചാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെയോ അല്ലെങ്കിൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉപയോഗിക്കേണ്ട ആളുകളെ കാണുമ്പോൾ ഗംഭീരമായിരുന്നു, മറ്റവർ പറഞ്ഞത് കേട്ടില്ലേ, അവർക്കൊക്കെ എന്തൊരു അസുഖമോ, യവന്മാരെന്തൊരു ആളുകളാണ്, ജിഫ്രി തങ്ങൾ കാണിക്കുന്നത് കണ്ടില്ലേ, മുക്കത്തിനെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈ ചുറ്റുപാടുകളിൽ ഇങ്ങനെ വേറെ ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൂടെ? പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോൾ ഷാഫി ചാലിയത്തോടൊപ്പം ഒരാൾ കൂടിയുണ്ട്, ജബ്ബാർ ഹാജി. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറുപടി പറയുന്നത് കണ്ട് ഞെട്ടിപ്പോയി. കൃത്യമായി തൻ്റെ ഇടത്തോടെ മറുപടി പറഞ്ഞു. ചിലരൊക്കെ ആണെങ്കിൽ അങ്ങനെ സ്ഥാനത്തെത്തിക്കഴിയുമ്പോൾ അതിലങ്ങ് കോംപ്രമൈസ് ചെയ്യും. ഞാനിത് പറയാൻ കാരണം, ഇതിനു മുമ്പും ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യം ചുമതല ഏറ്റെടുത്ത കാലത്ത് ഇതുപോലൊരു പെയ്ത്തുമായിട്ട് ഇറങ്ങിയപ്പോൾ ഇതേ ഷാഫി ചാലിയമാണ് വേദിയിൽ നിന്ന് ഉറക്കെ സംസാരിക്കാനുണ്ടായിരുന്നത്. മറ്റു പലരും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പുള്ളിയാകട്ടെ ഏതെങ്കിലും തരത്തിൽ വലിയ മഹാപദവികളോ ആനുകൂല്യം കിട്ടുന്ന സ്ഥാപനങ്ങളോ ഒന്നും വാങ്ങിയിട്ടുമില്ല. ചാനലുകളിൽ ഇരുന്ന് ഈ ലീഗിൻ്റെ രാഷ്ട്രീയവും അത് മറ്റ് സമൂഹത്തിനും ഇതര പാർട്ടികൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ സ്വീകാര്യമാം വിധം ചരിത്രവും അതുപോലെ തന്നെ സംഭവങ്ങളും വർഷങ്ങളും ഉദാഹരണങ്ങളും ആരും കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും അടക്കം പുറത്തെടുത്തിട്ട് ആളുകളോട് സംസാരിക്കുന്ന, ഇന്നത്തെ കാലത്ത് ചാനൽ ചർച്ചയ്ക്ക് പോയാൽ പിന്നെ അവർക്ക് അസമയങ്ങളിൽ മെസ്സേജുകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പലപ്പോഴും കേട്ടുകേൾവിയുള്ള ഈ കാലത്ത് അത്തരത്തിലൊന്നുമല്ലാതെ തന്നിലേക്കൊതുങ്ങി തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു പോരുന്ന ഒരാളാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. അതാണ് ഞാൻ പറയാൻ കാരണം. വേദിയിൽ വന്ന് പ്രസംഗിച്ചു. അത്തരം വർത്തമാനങ്ങളുണ്ടായാൽ വേദിയിലേക്ക് കയറാൻ ലീഗുകാർക്കൊരു മടിയുണ്ടാവില്ല എന്ന് മുക്കം ഉമർ ഫൈസിയെ നോക്കിക്കൊണ്ട് കൃത്യമായി പറയാൻ ഒരു ആർജവം കാണിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും ലീഗിൻ്റെയും ആനുകൂല്യം കിട്ടിയവർ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന സഹായം, സഹകരണം അതൊക്കെ കൊണ്ട് ഒരു പാണ്ടിലോറിയിൽ കയറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്ന നേതാക്കളുണ്ടെങ്കിൽ പോലും വളരെ ഒറ്റപ്പെട്ടവർ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയുന്നത്. CPM-ലും കോൺഗ്രസ്സിലുമൊക്കെ അതിൻ്റെ പരമോന്നതനായ നേതാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ മറുപടി പറയാറുണ്ട്. ഇപ്പോൾ ലീഗിലെ, ഇന്ത്യയിലെ, കേരളത്തിലെ പരമോന്നതനായ നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു സംഭാഷണം ഉണ്ടാകുമ്പോൾ അതിനെ വാക്കുകൊണ്ടോ ശബ്ദം കൊണ്ടോ ആശയം കൊണ്ടോ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. എന്നാൽ ബുദ്ധിയുള്ള ചിലരുണ്ട് എല്ലാ പാർട്ടിയിലും. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാക്ക് നോക്കി, സാഹചര്യങ്ങൾ നോക്കി, ഇനി അവർ ഉന്നമിടുന്ന പദവിക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇനി അവർ നിൽക്കാൻ പോകുന്ന മണ്ഡലത്തിലെ ഒരു സാമൂഹിക ഘടന എങ്ങനെയാണ്, അതനുസരിച്ച് വർത്തമാനം പറയുന്നവരുണ്ട്. ഇപ്പോൾ അവർ മത്സരിക്കാൻ പോകുന്ന സ്ഥലത്ത് കാന്തപുരം ഉസ്താദിൻ്റെ സുന്നിക്കാരാണ് കൂടുതലെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് കൂടുതലെങ്കിൽ, അല്ലെങ്കിൽ SDPIക്കാരാണ് കൂടുതലെങ്കിൽ, അല്ലെങ്കിൽ CPMകാർക്കാണ് ശക്തിയെങ്കിൽ അതിൻ്റെ വാക്കനുസരിച്ച് ആരെയാണ് ആക്രമിക്കേണ്ടതെന്ന് നോക്കി ആ ആക്രമണത്തെ രൂപപ്പെടുത്തി ആവേശം കൊള്ളിച്ച് കത്തിച്ച് വിട്ട് ആളുകളെ കബളിപ്പിക്കുന്നവരുണ്ട്. അതിലൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ അള്ളാഹു എല്ലാ മനുഷ്യരുടെയും തന്ത്രങ്ങളെക്കാൾ മഹാതന്ത്രശാലിയാണ്. എല്ലാം അറിയുന്നവനാണ്. അവനോട് തീരുമാനിക്കണമല്ലോ ഇതൊക്കെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് അത്തരം രാഷ്ട്രീയ കാപഢ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല.
നേർക്ക് നേരെ നിൽക്കുന്ന പക്ഷത്തോട് ശരിയായി സംസാരിക്കുക. അക്കാര്യത്തിൽ ഞാൻ ഷാഫി ചാലിയത്തിന് 100-ൽ 100 മാർക്ക് തരുന്നു. പക്ഷേ ഒപ്പം നിങ്ങളൊരു മണ്ടനല്ലേ എന്ന സംശയം കൂടി ഞാൻ പ്രകടിപ്പിക്കുന്നു. കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും മത്സരിക്കാൻ പോകുമ്പോൾ സമസ്ത വരും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അത് വരും. അതുകൊണ്ട് അവരെ കൂടി കൂട്ടിപ്പിടിച്ച് ഇവരെയും കൂട്ടിപ്പിടിച്ച് രണ്ടുപേരുടെയും ചെവി കടിച്ച് മുറിക്കുന്ന ആളായി മാറുന്നതിന് പകരം നേർക്ക് നേരെ വർത്തമാനം പറയുന്നു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്നെപ്പോലെ നഷ്ടമുള്ള ഒരു മണ്ടത്തരമാണ്. എന്നാൽ ഈ മണ്ടത്തരത്തിനൊപ്പം എന്തായാലും നിങ്ങളോടൊപ്പം ഇപ്പോൾ ജബ്ബാർ ഹാജി കൂടിയിട്ടുണ്ട്. ജബ്ബാർ ഹാജി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതുകൊണ്ട് ഇനി എൻ്റെ ഊഴമെല്ലാം കിട്ടി, എനിക്ക് മതിയായതായി എന്ന് വിചാരിച്ച് മൗനം പാലിക്കുന്നില്ല. ഇന്നലെ കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. അതുകൊണ്ട് നിശബ്ദരാകുന്നവർ, ചിലർ നമ്മൾ പറയുമല്ലോ, അതായത് ബഹളമുണ്ടാക്കുന്ന തങ്ങളുടെ അജണ്ട ഉറക്കെ പറയുന്ന ശത്രുവിനേക്കാൾ മൗനം കൊണ്ട് ആരെയും പിണക്കണ്ട, ശത്രുവിൻ്റെ കൂടി സ്വീകാര്യത ദോഷമായാലോ എന്ന് കരുതുന്ന മനുഷ്യരുടെ നിശബ്ദതയാണ് രാജ്യത്ത് പലപ്പോഴും വലിയ ഭീഷണിയായി മാറുന്നതെന്ന് പറയുന്നതോടൊപ്പം അതുതന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളിലും പ്രസ്ഥാനങ്ങളിലും ഒരു വലിയ കടുത്ത ജീർണതയായി മാറുന്നത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ.